ഈ 2 മിനിറ്റ് എന്നുള്ളൊരു പ്രയോഗം പോലും ആ അർത്ഥത്തിൽ ചില സംരംഭകർ ഉപയോഗിച്ചതായിട്ടും കണ്ടു. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയായിട്ടാണ് നമ്മളും കണക്കാക്കുന്നത്. ശശി തരൂർ പറഞ്ഞുകൊണ്ടിരുന്നു അതാണ്. എങ്ങനെയാണ് അന്തർദേശീയ തലത്തിൽ അമേരിക്കയിലും സിംഗപ്പൂരിലും അത് 3 ദിവസം കൊണ്ട് സാധ്യമാകുമ്പോൾ ഇന്ത്യയിൽ 114 ദിവസവും കേരളത്തിൽ 236 ദിവസവും വേണ്ടിവരുന്നു എന്ന അവസ്ഥയിൽ നിന്ന് 2 മിനിറ്റിലേക്ക് മാറിയതിനെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അപ്പോഴും മന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ എന്നാണ് ശശി തരൂർ പറയുന്നത്. ഞാൻ ഈ ഒരു കണക്കിലേക്ക് വരാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചതും ഞങ്ങൾക്ക് സംശയമുള്ളൊരു സംശയം, യഥാർത്ഥത്തിൽ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഒരു റാങ്കിംഗ് പട്ടിക വേൾഡ് ബാങ്ക് 2021 അവസാനിപ്പിച്ചതാണെന്നും ഇല്ലാത്ത ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വെച്ചുകൊണ്ടാണ് ഈ കണക്കുകൾ പറയുന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. നമ്മളോടൊക്കെ ചോദിക്കുകയും ചെയ്തു, അതിലെ ഒരു കമ്പോണന്റ് മാത്രം എടുത്ത് എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. ഞാനത് മനസ്സിലാക്കിയത് കൊമേഴ്സ് ആൻഡ് ട്രേഡ് വകുപ്പിൻ്റെ, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിലാണ് ആ ലേഖനം വായിച്ചത്, ഞാൻ റിപ്പോർട്ട് കണ്ടില്ല. അതിൽ 2023 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പട്ടികവൽക്കരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വേൾഡ് ബാങ്കിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചാണോ മന്ത്രി പറഞ്ഞത്, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത്, അതല്ല ഈ കൊമേഴ്സ് ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണോ ഉദ്ധരിക്കുന്നത്? അത് ഡോക്ടർ, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ അംഗീകാരം ലഭിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ ഞങ്ങൾ അവിടെ നേരെ വിമാനത്താവളത്തിൽ പോകാനാണ് പ്ലാനെങ്കിലും അംഗീകാരം കിട്ടിയോണ്ട് തിരിച്ച് കേരള ഹൗസിൽ വന്ന് ഒരു പത്രസമ്മേളനം നടത്തി. അതിനുശേഷം തിരുവനന്തപുരത്ത് വന്ന് വിശദമായ പത്രസമ്മേളനം നടത്തി. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള പരിണതപ്രജ്ഞരും അക്കാദമിക വിദഗ്ധരുമായ ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ എഡിറ്റർമാർ, അവർ എങ്കിലും അതൊന്ന് സൂക്ഷ്മമായി നോക്കേണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായം, ഞാനും ഈ പത്രപ്രവർത്തനം നടത്തിയ ഒരാളെന്ന നിലയിൽ നമുക്ക് ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകളുണ്ടാകും. പക്ഷെ വസ്തുതകൾ എപ്പോഴും വസ്തുതകളായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കെല്ലാം പത്രങ്ങളിൽ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, ഞങ്ങൾക്കൊക്കെ ഒരു റിസർച്ച് ഡെസ്ക് ഉണ്ടാവും. ആ റിസർച്ച് ഡെസ്ക് ഇതെല്ലാം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സാധാരണഗതി പരിശോധിക്കും. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ റിസർച്ച് സംവിധാനം ദൃശ്യമാധ്യമ രംഗത്ത് വളരെ പ്രൊഫഷണലായി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാളാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ 2 പത്രസമ്മേളനങ്ങൾ ഇന്നലെ ഞാൻ വീണ്ടും പ്രദർശിപ്പിച്ചു. ഒരാൾക്ക് സ്വന്തം പത്രസമ്മേളനം ഒരു സ്ക്രീനിൽ പത്രപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത് അത്ര അഭിലഷണീയമായൊരു പ്രവണതയായിട്ട് ഞാൻ കാണുന്നേയില്ല. എന്താണ് അന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? ഇത് കഴിഞ്ഞ റാങ്കിങ് മുതൽ 20-ന് ശേഷം ലോകബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തി. ഇവിടെ ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ്. എന്നാൽ ആ സൈറ്റിൻ്റെ പേര് ഉൾപ്പെടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ്. ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ 4 കാറ്റഗറിയാണുള്ളത്. 1 എമർജിങ്, 2 ആസ്പിരൻറ്റ്, 3 അച്ചീവർ, 4 ടോപ്പ് അച്ചീവർ. കഴിഞ്ഞ റാങ്കിങ്ങിൽ, ഇത് ഇപ്പോഴല്ല, കഴിഞ്ഞ റാങ്കിങ് അങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ റാങ്കിങ്ങിൽ ഇതിനൊരു മാനദണ്ഡം എങ്ങനെയെന്ന് വെച്ചാൽ, റിഫോംസിൻ്റെ ഒരു ലിസ്റ്റ് യൂണിയൻ ഗവൺമെൻറ് നൽകും. അത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് സെയിം തന്നെയായിരുന്നു, ഇപ്പോഴത് തന്നെയാണ്. ആ റിഫോംസിൻ്റെ ലിസ്റ്റ് നൽകിക്കഴിഞ്ഞാൽ നമ്മളത് ഓരോന്നും മാറ്റി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പം ഞങ്ങൾ 2024 റിഫോംസിൻ്റെ പ്ലാൻ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ 99% നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ. അപ്പോൾ 2021 ആദ്യത്തെ റാങ്കിങ് വരുമ്പോൾ ഈ ഓരോ കാറ്റഗറിയിലേക്ക് വരുന്നത് റിഫോംസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. 95+ ആണെങ്കിൽ ടോപ്പ് അച്ചീവറിലേക്ക് വരും, 90+ ആണെങ്കിൽ അങ്ങനെ ഓരോന്നിനും കാറ്റഗറി ഉണ്ട്. എന്നാൽ റാങ്ക് കിട്ടണമെന്നില്ല. യു ആർ എലിജിബിൾ ഫോർ ദാറ്റ് കാറ്റഗറി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എക്സ്ക്ലൂസീവ്ലി ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക്. 100% സംരംഭകരുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. കഴിഞ്ഞ റാങ്കിങ്ങിൽ 2021 പ്രസിദ്ധപ്പെടുത്തിയ റാങ്കിങ്, ഞങ്ങളുടെ ആദ്യത്തെ വർഷം വന്നതിന് ശേഷം റാങ്കിങ്ങിൽ നമ്മൾ നടപ്പിലാക്കിയ പരിഷ്കാരം അനുസരിച്ചാണെങ്കിൽ നമ്മൾ ടോപ്പ് അച്ചീവർ ആവില്ല, അച്ചീവറിലേക്കുള്ള പരിഷ്കാരം എല്ലാം നമ്മൾ നടപ്പിലാക്കിയിരുന്നു. എന്നാൽ ഫീഡ്ബാക്ക് പൂറായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആസ്പിരന്റ് പട്ടികയിൽ വന്നു 15ലേക്ക് വന്നു. ഇതേ രൂപം തന്നെയാണ് ഇപ്പോഴും. 15ലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഒന്നുമല്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കേരളം ഇതിനേക്കാൾ മെച്ചമാണെന്ന് വേണമെങ്കിൽ നമുക്കും പറയാം. പക്ഷെ നമ്മളും അത് 15 തന്നെയായിട്ട് പറഞ്ഞു. 28 15ലേക്ക് എത്തി. ഇന്നലെ ഞാൻ പത്രസമ്മേളനത്തിൽ, നിങ്ങൾ എൻ്റെ പത്രസമ്മേളനം കണ്ടിട്ടുണ്ടെങ്കിൽ കാണാം, കഴിഞ്ഞ തവണത്തെ ഇതിന് ശേഷം ആന്ധ്രാപ്രദേശ് കൊടുത്ത ഒരു പരസ്യം ഞാൻ അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിൽ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നമ്പർ 1 ആന്ധ്ര, ബ്രാക്കറ്റിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ഇന്ത്യ. വളരെ കൃത്യമായിട്ട് BRAFE-ML ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ്. ഇവരുടെ സൈറ്റിന് EODB എന്ന് എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ വ്യവസായ സൗഹൃദത്തെ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സൂചന അനുസരിച്ച് കഴിഞ്ഞ തവണ ഇതേ മാനദണ്ഡം വെച്ച് നമ്മൾ 15 ആയിരുന്നു. ഇത്തവണ അതേ മാനദണ്ഡം വെച്ച് നമ്മൾ 99 ടോപ്പ് അച്ചീവറിലേക്ക് എത്തി. ടോപ്പ് അച്ചീവറിൽ നമ്മൾ 9 എണ്ണത്തിൽ ഒന്നാമതായി, 5 എണ്ണത്തിൽ ആന്ധ്ര വന്നു.
ഇതിനു മുൻപ് വ്യവസായ മന്ത്രിമാരുടെ മീറ്റിംഗിൽ ഓരോ സ്റ്റേറ്റും അവരുടെ ചെറിയ വീഡിയോയും മിനിസ്റ്ററുടെ 2-3 മിനിറ്റ് ഒരു പ്രസംഗം ഉണ്ടാവും. അന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആ വീഡിയോയിൽ പറഞ്ഞു, അവരുടെ വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞു, ഇത് തുടങ്ങിയ അന്ന് മുതൽ ആന്ധ്രയാണ് നമ്പർ 1. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ആർക്കും വിട്ടുകൊടുക്കില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചിലർ പറയുമ്പോൾ ഇതൊരു ഭാഗം മാത്രമാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് 4 എണ്ണത്തിൽ നമ്മൾ 4-ാം സ്ഥാനത്താണ്. അങ്ങനെയല്ലത്, 1-ാം സ്ഥാനത്ത്. അവിടെ വെച്ച് ആദ്യം തന്നെ കേരളത്തെ വിളിച്ച് അംഗീകാരം നൽകി. ദാവോസിൽ വെച്ച് ചന്ദ്രബാബു നായിഡുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം, നിങ്ങളാണ് ഞങ്ങളുടെ തട്ടിയെടുത്ത് ഞങ്ങൾ തിരിച്ചു പിടിക്കട്ടോ എന്നാണ് അദ്ദേഹം പരസ്യമായി അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് റാങ്കിങ് എന്നുള്ളത്. അപ്പോൾ ഇത്തവണ നമുക്ക് അതിനകത്ത് ടോപ്പ് അച്ചീവറിലേക്ക് എത്തി. ഇനി നിങ്ങൾക്കൊക്കെ സംശയമുണ്ടെങ്കിൽ ഡോക്ടർ അരുൺ, നമ്മുടെ നീതി ആയോഗിൻ്റെ ഒക്കെ ചെയർമാനായി ഇപ്പോൾ ഷെർപ്പയായിട്ടുള്ള നമ്മുടെ കേരള ഉദ്യോഗസ്ഥനുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ഗെറ്റ് ടുഗദർ പറഞ്ഞിട്ടുള്ള വീഡിയോ പബ്ലിക് ഡൊമൈൻ ലഭ്യമാണ്. കേരളം എങ്ങനെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതായി. അപ്പോൾ കേരളമാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുടേതും ഇത് അന്നത്തെ BPT സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ അവരോട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം മാധ്യമങ്ങൾ ഇയാൾ അങ്ങനെ പറയുന്നു, മറ്റാൾ അങ്ങനെ പറയുന്നു എന്ന വാദത്തിനപ്പുറത്ത് ഈ പറയുന്നത് ആധികാരികമാണോ എന്നറിയാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ സത്യം, വസ്തുതകൾ ജനങ്ങളുടെ മുൻപിൽ അറിയിക്കുക എന്ന മാധ്യമധർമ്മം കൂടി ഞങ്ങളുടെ രണ്ടുപേരുടെയോ പ്രതിപക്ഷ ഭരണപക്ഷ അഭിപ്രായങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങളും കൂടി എന്തായിരുന്നു